നമസ്കാരം. PS ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത 2025 ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പം നിങ്ങളെ കമൻസൊക്കെ ഞാൻ കാണാറുണ്ട്. കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ ഞാൻ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഇത്രയും ദിവസങ്ങളിൽ ഇടാതെ നിന്നത്. ഓക്കെ, അപ്പം WCPO CPO അതുപോലെ തന്നെ ASM പരീക്ഷകൾ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ 2025 ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന PSCയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന കൂട്ടുകാർ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ അല്ലേടാ? യെസ്. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2025 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം എവിടെയാണ്? ഏത് രാജ്യത്താണ് 2025 ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ് അല്ലേ? ഫ്രാൻസ്. ഇനി ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേദികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. G7 2025 G7 ഉച്ചകോടി വേദി കാനഡയാണ്. എവിടെയാണ്? കാനഡ. ഓക്കെ അല്ലേ? ഇനി G20 ഉച്ചകോടി വേദി എവിടെ? 2025 G20 ഉച്ചകോടി സൗത്ത് ആഫ്രിക്കയാണ്. എവിടെയാണ്? സൗത്ത് ആഫ്രിക്ക. മനസ്സിലാക്കണേ, അറിയാത്ത ആരും ഉണ്ടെങ്കിൽ എഴുതി വെക്കുക. G20 വേദി സൗത്ത് ആഫ്രിക്കയാണ്. ബ്രിക്സ് ഉച്ചകോടി വേദി ബ്രിക്സ് എവിടെയാണ്? ബ്രിക്സിന്റെ ഉച്ചകോടി വേദി ബ്രസീലാണ്. കഴിഞ്ഞ പരീക്ഷയിൽ നാറ്റോ ചോദിച്ചു. ഈ കഴിഞ്ഞ ഡ്രൈവർ പരീക്ഷയിൽ എന്ത് ചോദിച്ചു? ബ്രിക്സിനെ കുറിച്ച് ചോദിച്ചു. ഇനി വരുന്ന പരീക്ഷയിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബ്രിക്സ് തന്നെയാണ് നാളത്തെ പരീക്ഷയിലും അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഇതാണ്. ബ്രിക്സ് തന്നെയാണ് കേട്ടോ. ഒന്നുകിൽ നാറ്റോ ബ്രിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കി എടുത്ത് സ്പെഷ്യലായിട്ട് എടുത്ത് വെച്ച് പഠിച്ചിട്ട് പോകും. ഓക്കെ അല്ലേ? യെസ്, ബ്രസീലാണ്. കാലാവസ്ഥ ഉച്ചകോടി വേദി എവിടെയാണ് കൂട്ടുകാരെ? യെസ്, ബ്രസീൽ തന്നെയാണ് കേട്ടോ. എവിടെയാണ്? ബ്രസീലാണ്. പരിസ്ഥിതി സമ്മേളനത്തിൻ്റെ വേദി സൗത്ത് കൊറിയ. എവിടെയാണ്? സൗത്ത് കൊറിയ. പരിസ്ഥിതി സമ്മേളനത്തിൻ്റെ വേദി സൗത്ത് കൊറിയ. മനസ്സിലായില്ലേ? അപ്പം 2025 AI ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? അത് ഫ്രാൻസ് ആണല്ലേ. G7 ഉച്ചകോടി വേദി കാനഡ, G20 സൗത്ത് ആഫ്രിക്ക, ബ്രിക്സ് ബ്രസീല്, കാലാവസ്ഥ ഉച്ചകോടി വേദി ബ്രസീല്, പരിസ്ഥിതി സമ്മേളനം സൗത്ത് കൊറിയ. മനസ്സിലായില്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 2025 ജ്ഞാനപര പുരസ്കാരത്തിന് അർഹനായ സാഹിത്യ നിരൂപകൻ ആര്? 2025 ജ്ഞാനപന പുരസ്കാരം അല്ലേ? നമുക്കറിയാം പ്രൊഫസർ KP ശങ്കരനാണല്ലേ. പ്രൊഫസർ KP ശങ്കരൻ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപന പുരസ്കാരം ഏത് വർഷത്തെ? 2025 ജ്ഞാനപന പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ KP ശങ്കരനാണല്ലേ. 2024 ജ്ഞാനപന പുരസ്കാര ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. 2024 ജ്ഞാനപന പുരസ്കാര ജേതാവാരാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2023 ജ്ഞാനപന പുരസ്കാര ജേതാവ് V മധുസൂദനൻ നായർ. ആരാണ്? 2023 ജ്ഞാനപന പുരസ്കാര ജേതാവ് V മധുസൂദനൻ നായർ. ഇനി നമ്മുടെ CPO എക്സാമിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണെന്ന് നമ്മുടെ കേരള സാഹിത്യ അവാർഡ് അല്ലേ? എഴുത്തച്ഛൻ അവാർഡ്. ആദ്യമായിട്ട് നമുക്ക് എഴുത്തച്ഛൻ അവാർഡ് ചർച്ച ചെയ്യാം. എഴുത്തച്ഛൻ അവാർഡ് 2024 ആർക്കാ കിട്ടിയേ? 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? NS മാധവൻ. ആർക്കാണ്? NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. 2023 ആർക്കാടാ? 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് SK വസന്തൻ. ആരാണ്? SK വസന്തൻ. എങ്കിൽ 2022 2021 പഠിച്ചു വെച്ചോ. 2022 ആരായിരുന്നു? സേതു ആണല്ലേ. സേതു. 2 അക്ഷരം മാത്രമേ ഉള്ളൂ സേതുവിന്. സേതു. 2021 P വത്സല. ആർക്കാണ്? P വത്സല. അപ്പം 2024 ആർക്കാണ്? NS മാധവൻ. 2023 ആർക്കാണ്? SK വസന്തൻ. 2022 സേതു. 2021 P വത്സല. മനസ്സിലായില്ലേ? യെസ്. അപ്പം നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം അല്ലേ? ഈ എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം എപ്പോഴാണ് കൂട്ടുകാരെ? എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1993. ഇത് അഡീഷണൽ ആണ്. 1993. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണ്? സമ്മാന തുക ചോദിച്ചാൽ പറയണം അത് 5 ലക്ഷം രൂപയാണ് അല്ലേ?
5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക ചോദിച്ചാൽ പറയണം. യെസ്, എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 5 ലക്ഷമാണല്ലേ. യെസ്, ഇനി എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് ഫസ്റ്റ് നേടിയതാരാണ്? എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ള. ശൂരനാട് കുഞ്ഞൻപിള്ള 1993. ഇനി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത, ഫസ്റ്റ് വനിത ആരാണ് കൂട്ടുകാരെ? ഫസ്റ്റ് വനിത ചോദിച്ചാൽ ബാലാമണി അമ്മ. 1995 ബാലാമണി അമ്മ. മനസ്സിലായോ? യെസ്. ഇനി നെക്സ്റ്റ് വള്ളത്തോൾ പുരസ്കാരം എപ്പോഴാണ്? യെസ്, വള്ളത്തോൾ പുരസ്കാരം നൽകി തുടങ്ങിയത് എപ്പോഴാണ്? 1991 വള്ളത്തോൾ പുരസ്കാരം 1991 സമ്മാനത്തുക എത്രയാണ്? 6 അല്ലേ, 1,11,111 രൂപ. 6 ഇനി പ്രഥമ വള്ളത്തോൾ പുരസ്കാരം ചെയ്തത് പാല നാരായണൻ നായർ. ആരാണ്? പാല നാരായണൻ നായർ. ഓക്കെ അല്ലേ? യെസ്. ഇനി അവസാനം 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പി സക്കറിയ. ആർക്കാണ്? പി സക്കറിയ. 2018 ആർക്കാണ് കൂട്ടുകാർ? 2018 എം മുകുന്ദൻ. ഇതൊന്നും ഒരു ചോദ്യം ഉണ്ടാവും കേട്ടോ. കേരള സാഹിത്യ അവാർഡിന് ഒരു ചോദ്യം PSC ചോദിക്കും. ഓക്കെ അല്ലേ? യെസ്. ഇനി 2017 ഇന്ന് ഓർത്ത് വെക്കുക. എം മുകുന്ദൻ. 2017 ആണെങ്കിൽ പ്രഭാവർമ്മ. ഇനി നാളത്തെ പരീക്ഷ ചോദിക്കാൻ ചാൻസ് 99% ചോദിക്കാൻ ചാൻസ് ഒരു ഭാഗമാണ് ഇത്. ഹരിവരാസനം അവാർഡ് അല്ലേ? ഹരിവരാസനം അവാർഡ് 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ഗാനരചയിതാവായ കൈതപ്രമാണ് അല്ലേ? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അല്ലേ? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചു അല്ലേ? 2024 ഹരിവരാസന പുരസ്കാരം ചോദിച്ചാൽ പറയണം PK വീരമണിദാസൻ. ആരാണ്? PK വീരമണിദാസൻ. 2024 PK വീരമണിദാസൻ. 2023 ജസ്റ്റ് എന്താക്കുക? ഓർത്ത് വെക്കുക. 2023 ആർക്കാ ലഭിച്ചത്? ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് 2023 ശ്രീകുമാരൻ തമ്പി. ആരാണ്? ശ്രീകുമാരൻ തമ്പി. മനസ്സിലായോ? യെസ്. ഇനി നെക്സ്റ്റ് ഓടക്കുഴൽ പുരസ്കാരവും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓടക്കുഴൽ പുരസ്കാരം 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കൂട്ടുകാർ? 2024 54ാമത് എന്താണ് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് കെ അരവിന്ദാക്ഷൻ അല്ലേ? കെ അരവിന്ദാക്ഷൻ ഗോപ എന്ന നോവലിനാണ് അല്ലേ? ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. മനസ്സിലായില്ലേ? യെസ്. ഇനി ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച പ്രഥമ വനിത ആരാണ് കൂട്ടുകാരെ? പ്രഥമ വനിത യെസ് ലളിതാംബിക അന്തർജനമാണ് അല്ലേ? ലളിതാംബിക അന്തർജനം അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് അല്ലേ? യെസ്. അപ്പം PSC ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്താണ്? ഇത്രയാണ്. ഇനി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കഴിഞ്ഞ പരീക്ഷ ചോദിച്ചത് PSC എന്താണ്? മാതൃഭൂമി സാഹിത്യ പുരസ്കാരമാണ് അല്ലേ? മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്നാണ്? മാതൃഭൂമി അല്ലേ? മാതൃഭൂമി 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫ്. 2023 ആർക്കാടാ? 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സക്കറിയ.
സക്കറിയ. നമ്മൾ സക്കറിയ എന്താ നേരത്തെ പഠിച്ചത്? 2019 വള്ളത്തോൾ പുരസ്കാരമാർക്ക് ലഭിച്ചത് സക്കറിയക്കാണ് നമ്മൾ പഠിച്ചു അല്ലേ, മുന്നോട്ട് പഠിച്ചു. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സക്കറിയക്ക് ലഭിച്ചു. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആരാണ്? സേതു അല്ലെങ്കിൽ എ സേതു മാധവൻ അല്ലേ. സേതുവിന്റെ ഫുൾ നെയിം ഏതാണെന്ന്? എ സേതു മാധവൻ ആണ് അല്ലേ. എ സേതു മാധവൻ. ഇത് PSC ചോദിച്ചാണ് അല്ലേ. സേതു എന്നറിയപ്പെടുന്നത് എ സേതു മാധവനാണ്. എ സേതു മാധവൻ. ഓക്കെ, മനസ്സിലായ കൂട്ടുകാരെ? യെസ്. ഇനി PSC ചോദിക്കാൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വയലാർ അവാർഡ്. PSC ചോദിക്കുന്നുണ്ട് വയലാർ അവാർഡ്. ഏതാണ് വയലാർ അവാർഡ്? നമുക്ക് വേണമെങ്കിൽ കേരള സാഹിത്യ അവാർഡ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു വെരി സ്പെഷ്യൽ നമ്മുടെ ക്ലാസ് ഞാൻ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പം ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അതുപോലെ നമ്മൾ നമ്മളിന്ന് ചർച്ച ചെയ്ത കറണ്ട് അഫയേഴ്സ്, അതായത് നമ്മളെ ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കറക്റ്റ് ഉണ്ടാവും. PSC ട്രിക്സ് നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ PDF ബാച്ച് എന്താണ് PDF ബാച്ച് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 22 രൂപയാണ് ഇതിൻ്റെയൊക്കെ PDF-ഉം പിന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ പോൾസും, അതായത് ഡെയിലി കറണ്ട് അഫയേഴ്സിനാണ് ഞാൻ എന്താണ് 2025 ജനുവരി 1 മുതൽ ജൂൺ വരെയുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ PDF-നാണ് 22 രൂപ നിങ്ങളിൽ നിന്നും ഈടാക്കുന്നത്. ഇനി 22 രൂപ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ലഭിക്കും നമ്മുടെ ഗ്രൂപ്പിൽ? യെസ്, കറണ്ട് അഫയേഴ്സിൻ്റെ പോൾസ് കിട്ടുമല്ലേ. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ട്സ് നമ്മുടെ അതിൽ ഇടാറുണ്ട്. ഇത് IPL ഇട്ടിട്ടില്ലേ, IPL ഓപ്പറേഷൻ സിന്ദൂർ ഇട്ടിട്ടുണ്ട്. അതുപോലെ മറ്റ് സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന PDF-കളും നിങ്ങൾക്ക് ആവശ്യമായ മറ്റു PDF-കളും മറ്റ് GK ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഇംഗ്ലീഷിൻ്റെ പോള്, മലയാളം, അതുപോലെ തന്നെ ബാക്കി മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് 22 രൂപയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചെയ്യേണ്ടത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ 96 45 24 0954 എന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക? ഒരു ഹായ് അയക്കുക അല്ലേ. പരമാവധി കോൾ ഒഴിവാക്കുക. ഒരു വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, ഒരു ഹായ് അയക്കുക. എൻ്റെ ഒരു QR കോഡ് അയച്ചു തരും. 22 രൂപ നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓഗസ്റ്റ് 9 വരെ ASM കഴിയുന്നതായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ കാലാവധി. അപ്പം ASM വരെ നിങ്ങൾക്ക് ആവശ്യമായ ASM എക്സാമിന് വരെ ആവശ്യമായ എല്ലാ PDF-കളും നിങ്ങൾക്ക് അതിൽ കിട്ടും. അതുപോലെ തന്നെ CPO തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതിൻ്റെ PDF ഞാൻ മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ അതിൽ ഇടാറുണ്ട്. അതുപോലെ 2025 PSC ബുള്ളറ്റിൻ്റെ PDF ഇട്ടിട്ടുണ്ട്. അതുപോലെ 2024 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള PDF അതൊക്കെ നമ്മുടെ ടെലഗ്രാമിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ 96 45 24 0954 എന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പിൽ ഹായ് അയക്കും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? അവസാനം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതാണ് വയലാർ അവാർഡാണ് അല്ലേ. വയലാർ അവാർഡ് ഞാൻ പറഞ്ഞു കേരള സാഹിത്യ അവാർഡ് വേണമെങ്കിൽ നമുക്ക് വേറൊരു ദിവസം വേറൊരു ക്ലാസ് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ഞാൻ വേണമെങ്കിൽ വേണമെങ്കിൽ സെറ്റാക്കാം. 2024 48ാമത് വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലാണ്. ആരാണ്? അശോകൻ ചെരുവിൽ. കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. ഏത് നോവലിനാണ്? കാട്ടൂർ കടവ്. 2023 47ാമത് വയലാർ അവാർഡ് ജേതാവ് ആരാണ് കൂട്ടുകാരെ? യെസ്, ആരാണ് 2023 വയലാർ അവാർഡ് ജേതാവ്? ശ്രീകുമാരൻ തമ്പി അല്ലേ. ശ്രീകുമാരൻ തമ്പിയുടെ ഏത് കൃതിക്കാണ്? ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ്. PSC ചോദിച്ചതാണ് എന്താണ് ജീവിതം ഒരു പെൻഡുലം. ഓക്കെ അല്ലേ. യെസ്, 2022 ആണെങ്കിലോ 2022 കൂടി പഠിച്ചിട്ട് പോയിക്കോ. 2022 46ാമത് വയലാർ അവാർഡ് ജേതാവാരാണ്? എസ് ഹരീഷ് അല്ലേ. ഹരീഷ് മീശ. PSC ചോദിച്ചാണ് മീശ. ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് എന്താണ് ഇത് മനസ്സിലാവാത്ത കൂട്ടുകാർ വയലാർ അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ് അതൊക്കെ അറിയാത്ത കൂട്ടുകാർ നമ്മുടെ ഇത് എഴുതിയെടുക്കുക. ഇനി PDF ആവശ്യമുള്ള കൂട്ടുകാർ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. മനസ്സിലായില്ലേ? യെസ്, നമുക്ക് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനപ്പാനെ പറഞ്ഞ സ്ഥിതിക്ക് കേരള സാഹിത്യ അവാർഡും കൂടി പറഞ്ഞ് പോയാൽ നിങ്ങൾക്ക് അത്രയും ഉപകാരമായില്ലേ. നാളെ ഒരു പരീക്ഷയിൽ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ അത് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത്. ഓക്കെ, യെസ്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അരിയുടെ വില നിയന്ത്രിക്കാൻ 2025 ഫെബ്രുവരിയിൽ ഭക്ഷ്യസുരക്ഷാ അടിയന്തരാവസ്ഥ
പ്രഖ്യാപിച്ച രാജ്യം ഫിലിപ്പൈൻസ് ആണ്. ഫിലിപ്പൈൻസ്. അരിയുടെ വില നിയന്ത്രിക്കാൻ 2025 ഫെബ്രുവരിയിൽ ഭക്ഷ്യസുരക്ഷാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ചോദിച്ചാൽ പറയണം അത് ഫിലിപ്പൈൻസ് ആണ്. ഇനി എന്താണ് മിലാപ്പ് എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മിലാപ്പ് അല്ലേ, അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷാ ബോധവൽക്കരണം നൽകുന്നതിനായി അഗ്നിരക്ഷാസേന തയ്യാറാക്കിയ പദ്ധതിയാണ് മിലാപ്പ്. കഴിഞ്ഞ ഫയർമാൻ പരീക്ഷയിൽ ഇത് ചോദിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാണ് ചോദിച്ചില്ല. ഇനി നമ്മൾ CPO പരീക്ഷയ്ക്ക് ചോദിക്കാം. മിലാപ്പ് എന്താണ്? മിലാപ്പ് എന്താണ്? മിലാപ്പ് അതിഥി തൊഴിലാളികൾ അല്ലേ, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ജോലിക്കായി കേരളത്തിലേക്ക് വന്ന തൊഴിലാളികളെയാണ് അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നത്. അപ്പം ഈ അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷാ ബോധവൽക്കരണം നൽകുന്നതിനായി അഗ്നിരക്ഷാസേന തയ്യാറാക്കിയ പദ്ധതിയാണ് മിലാപ്പ്. ഓക്കെ അല്ലേ? യെസ്. അപ്പം 2026 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരമാണ് ഇത് ഗ്ലാസ്കോ. ചോദിക്കാൻ ചാൻസ്. 2026 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ് കൂട്ടുകാരെ? അത് ഗ്ലാസ്കോ ആണ്. ഗ്ലാസ്കോ. ഓക്കെ അല്ലേ? യെസ്. ഇനി മേലൂരി എന്ന പുതിയ ജില്ല നിലവിൽ വന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏത് പറയും? അത് നാഗാലാൻഡ് ആണ്. ഇതാണ് നാഗാലാൻഡിന്റെ 17ാമത്തെ ജില്ലയാണ് മേലൂരി എന്ന പുതിയ ജില്ല നിലവിൽ വന്ന സംസ്ഥാനം ചോദിച്ചാൽ പറയണം അത് നാഗാലാൻഡ് ആണ്. നാഗാലാൻഡ് 17ാമത്തെ ജില്ലയാണ് മേലൂരി അല്ലേ. മേലൂരി എന്ന പുതിയ ജില്ല നിലവിൽ വന്ന സംസ്ഥാനം നാഗാലാൻഡിന്റെ 17ാമത്തെ ജില്ലയാണ് മേലൂരി എന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ? ഓർത്തു വെക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? യെസ്. ഇനി നോവലിസ്റ്റ് P. സക്കറിയയുടെ പുതിയ ഇംഗ്ലീഷ് നോവലാണ് ട്രൂ സ്റ്റോറി ഓഫ് എ റൈറ്റർ, എ ഫിലോസഫർ ആൻഡ് എ ഷേപ്പ് ഷിഫ്റ്റർ അല്ലേ. എന്താണ് നോവലിസ്റ്റ് P. സക്കറിയയുടെ പുതിയ ഇംഗ്ലീഷ് നോവൽ? നമ്മൾ പറഞ്ഞു 2019 അല്ലേ. 2019 നമ്മൾ എന്താ പറഞ്ഞ? എവിടെയാ പറഞ്ഞ? 2019 വള്ളത്തോൾ പുരസ്കാരം ജേതാവ് P. സക്കറിയാണ്. 2023 മാതൃഭൂമി പുരസ്കാരം സക്കറിയയ്ക്ക് ലഭിച്ചു. ആ സക്കറിയയുടെ പുതിയ ഇംഗ്ലീഷ് നോവലാണ് ട്രൂ സ്റ്റോറി ഓഫ് എ റൈറ്റർ. ട്രൂ സ്റ്റോറി ഓഫ് എ റൈറ്റർ, എ ഫിലോസഫർ ആൻഡ് ഷേപ്പ് ഷിഫ്റ്റർ എന്നത് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ട്രൂ സ്റ്റോറി ഓഫ് എ റൈറ്റർ, എ ഫിലോസഫർ ആൻഡ് എ ഷേപ്പ് ഷിഫ്റ്റർ എന്ന കൃതി ആരുടേതാണ്? P. സക്കറിയയാണ് അല്ലേ. യെസ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കൂട്ടുകാരെ. എന്താണ്? ഒരു മിനിറ്റ്. സംസ്ഥാനത്ത് അപ്പം ഇതിൻ്റെ PDF ആവശ്യമുള്ള കൂട്ടർ എന്ത് ചെയ്യണം? നമ്പർ മായ്ച്ചു പോയി അല്ലേ. 96 45 24 0954 954 നമ്പറിലേക്ക് ഒരു ഹായ് അയക്കുക. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഞാൻ പറഞ്ഞു PDF മാത്രമാണ്, ക്ലാസ് ഇല്ല കേട്ടോ. PDF നമ്മൾ ഒരു ലൈവ് സെഗ്മെൻറ്റ് നടത്തിയിരുന്നു. എന്താണ് കൂട്ടുകാർക്ക് ഒരു സമയമില്ലാത്തതിന് കാരണമാണ് നമ്മൾ ഒന്നും കൂടി സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ലൈവ് സെക്ഷൻ നടത്തിയിരുന്നു. പറ്റുമെങ്കിൽ ASM ബാച്ചിന് അല്ലെങ്കിൽ അതിന് മുന്നേ ഒരു ലൈവ് സെക്ഷൻ കൂടി നമുക്ക് നടത്താം. അപ്പം സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി KSRTCയിൽ സൗജന്യ ബസ് യാത്ര ആരംഭിച്ച ആദ്യ പഞ്ചായത്താണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോട് പഞ്ചായത്താണ്. എന്താണ് കൂട്ടുകാരെ? സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി KSRTCയിൽ സൗജന്യ ബസ് യാത്ര ആരംഭിച്ച ആദ്യ പഞ്ചായത്താണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോട് പഞ്ചായത്ത്. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? യെസ്. ഇനി ഓൾ ഇന്ത്യ സ്പൈസസ് എക്സ്പോർട്ടേഴ്സ് ഫോറം സംഘടിപ്പിക്കുന്ന 2025 അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിൻ്റെ വേദി ബംഗളൂരു ആണ് അല്ലേ. ഇപ്പം നമ്മളെ ക്ലാസ്സിൽ 2-3 തവണ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട് അല്ലേ. 2-3 തവണ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് ഈ വരുന്ന പരീക്ഷയ്ക്ക് അധികം സമയമില്ല. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ചിലപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂറോ നീളാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇത് ഫുള്ള് ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് ആണ്. ഇത് മൊത്തം കണ്ടു തീർക്കാൻ വേണ്ടി പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് 2-3 തവണ ആവർത്തിക്കാറ്. ഓക്കെ, അപ്പം അത്തരത്തിൽ റിപ്പീറ്റേഷൻ വേണമെങ്കിൽ എന്താകണം? നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. റിപ്പീറ്റേഷൻ വേണമെന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാത്ത കൂട്ടർ ലൈക്ക് ചെയ്യുക. ഓക്കെ, സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ 2 ക്ലാസ് നമ്മൾ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ടറൊക്കെ അടങ്ങിയ PDF നമ്മുടെ ടെലഗ്രാം ചാനൽ
എന്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്. ഇനി തീം എന്താണ്? സ്പൈസസ് എന്താണ്? സ്പൈസസ് എക്സ്പോർട്ടേഴ്സ് ഫോറം സമ്മേളനത്തിൻ്റെ തീമാണ് ബിൽഡിംഗ് ട്രസ്റ്റ് ബിയോണ്ട് ബോർഡേഴ്സ്. എന്താണ് തീം? ബിൽഡിംഗ് ട്രസ്റ്റ് ബിയോണ്ട് ബോർഡേഴ്സ് എന്നാണ് അല്ലേ. ഇനി 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഇന്ത്യയാണ് കേട്ടോ. 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഇന്ത്യയാണ് അല്ലേ. 2025 കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയുടെ വേദി കൊച്ചിയാണ്. ഇത് പേര് ചോദിച്ചു അല്ലേ. 2025 കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയുടെ വേദി എവിടെയാണ് കൂട്ടുകാരെ? കൊച്ചിയാണ്. ഇനി 2025 റവന്യൂ വകുപ്പിൻ്റെ മികച്ച കളക്ട്രേറ്റുള്ള പുരസ്കാരം ലഭിച്ചത് തൃശ്ശൂരാണ് അല്ലേ. തൃശ്ശൂർ 2025 റവന്യൂ വകുപ്പിൻ്റെ മികച്ച കളക്ട്രേറ്റുള്ള പുരസ്കാരം ലഭിച്ചത് തൃശ്ശൂരിനാണ്. മനസ്സിലായില്ലേ? യെസ്. ഇനി എന്താണ് ഇപ്ക എന്ന് പറഞ്ഞാൽ? ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ വരുന്ന അന്താരാഷ്ട്ര ഏജൻസിയാണ് നാഷണൽ ബിഗ് കാറ്റ് അലയൻസ് അല്ലെങ്കിൽ ഇപ്ക എന്ന് പറയും. എന്താണ്? ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ വരുന്ന അന്താരാഷ്ട്ര ഏജൻസിയാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് അല്ലെങ്കിൽ ഇപ്ക എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഏജൻസിയുടെ ആസ്ഥാനം, ഇപ്കയുടെ ആസ്ഥാനം ചോദിച്ചാൽ പറയണം അത് ഡൽഹിയാണ് അല്ലേ. ഡൽഹി. ഇപ്ക ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് സ്ഥാപിതമായത്. എന്താണ് ഇപ്ക എന്ന് പറഞ്ഞാൽ? യെസ്. എന്താണ്? ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ, എന്തിൻ്റെ മാതൃകയിലാണ്? ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ വരുന്ന അന്താരാഷ്ട്ര ഏജൻസിയാണ് യെസ് ബിഗ് കാറ്റ് അലയൻസ്. ഓക്കെ അല്ലേ? ഇനി വിസ്റ്റ ക്ലിയറൻസ്. എന്താണ് വിസ്റ്റ ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ? ഇമ്പോർട്ടൻ്റ് ആണ്. വന്യമൃഗ ആക്രമണം തടയാൻ വനം വകുപ്പ് ഏർപ്പെടുത്താൻ പോകുന്ന സംവിധാനമാണ് വിസ്റ്റ ക്ലിയറൻസ് എന്ന് പറയുന്നത്. എന്താണ്? വന്യമൃഗങ്ങളിലെ വന്യമൃഗ ആക്രമണം തടയാൻ വേണ്ടിയിട്ട് വനം വകുപ്പ് ഏർപ്പെടുത്തുന്ന എന്താണ് ഏർപ്പെടുത്താൻ പോകുന്ന സംവിധാനമാണ് വിസ്റ്റ ക്ലിയറൻസ്. മനസ്സിലായില്ലേ? യെസ്. ഇനി ദേശീയ സുരക്ഷാ സമിതി അധ്യക്ഷനായി നിയമിതനായ മുൻ റോ മേധാവിയാണ് അലോക് ജോഷി. ദേശീയ സുരക്ഷാ സമിതി അധ്യക്ഷനായി നിയമിതനായ മുൻ റോ മേധാവിയാണ് കൂട്ടുകാരി അലോക് ജോഷി. നമ്മൾ പഠിച്ചു അലോക് ജോഷിയാണ് ദേശീയ സുരക്ഷാ സമിതി അധ്യക്ഷനായി നിയമിതനായ മുൻ റോ മേധാവിയാണ് അലോക് ജോഷി അല്ലേ. അലോക് ജോഷി. ഓക്കെ. ഇവിടെ വിജിലൻസ് മേധാവി, നിലവിലെ വിജിലൻസ് മേധാവി ആരാണ് കൂട്ടുകാരെ? നിലവിലെ വിജിലൻസ് മേധാവി പഠിക്കണേ ചോദിക്കുകയും നിലവിലെ വിജിലൻസ് മേധാവി മനോജ് എബ്രഹാമാണ്. ആരാണ് കൂട്ടുകാരെ? നിലവിലെ വിജിലൻസ് ആരാണ്? മനോജ് എബ്രഹാം. ഓക്കെ അല്ലേ? ഇനി ഫയർഫോഴ്സ് മേധാവ് ആരാണ്? നിലവിലെ ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത. വിജിലൻസ് മേധാവി ആരാണ് കൂട്ടുകാരെ? മനോജ് എബ്രഹാമും ഫയർഫോഴ്സ് മേധാവി ചോദിച്ചാൽ പറയണം അത് യോഗേഷ് ഗുപ്ത. ജയിൽ വകുപ്പ് മേധാവി ആരാണ് കൂട്ടുകാരെ? നിലവിലെ ജയിൽ വകുപ്പ് മേധാവി ചോദിച്ചാൽ കെ സേതുരാമൻ. ആരാണ്? കെ സേതുരാമൻ. എക്സൈസ് കമ്മീഷണർ ആരാണ് കൂട്ടുകാരെ? നിലവിലെ എക്സൈസ് കമ്മീഷണർ ചോദിച്ചാൽ പറയണം നിലവിലെ എക്സൈസ് കമ്മീഷണർ MR അജിത് കുമാർ. ആരാണ് കൂട്ടുകാരെ? MR അജിത് കുമാർ. ഇതൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എന്തുണ്ട്? ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. യെസ്. ഇനി 2025 പന്തളം കേളവർമ്മ കവിതാ പുരസ്കാരത്തിന് അർഹനായത് VM ഗിരിജയാണ്. ഓക്കെ. യെസ്. ഇനി നമ്മുടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഒരു ചോദ്യം ഞാനിവിടെ വിട്ടുപോയി. എന്താണ്? 2024 അഴീക്കോട് സ്മാരക അവാർഡിന് ആരെയാണ് തിരഞ്ഞെടുത്തത്? K ജയകുമാർ. ആരെയാണ്? K ജയകുമാറാണ് കേട്ടോ. K ജയകുമാർ. മനസ്സിലായില്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമകോടതിയുള്ള മണ്ഡലം തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരമാണ്. ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമകോടതി എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമകോടതിയുള്ള മണ്ഡലം ചോദിച്ചാൽ വാമനപുരം, തിരുവനന്തപുരം.
ഈ ക്വസ്റ്റ്യനും ഓൾറെഡി PS ചോദിച്ചത് എന്താണ് വിജയ് ദുർഗ് അല്ലേ. വിജയ് ദുർഗ് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. വിജയ് ദുർഗ് എവിടെയാണെന്നാണ് PS ചോദിച്ചത്. എവിടെയാണ്? കൊൽക്കത്തയിലാണ് അല്ലേ. എന്താണ് പ്രത്യേകത? ഈസ്റ്റേൺ കമാൻഡ് ആസ്ഥാനമായ കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത്? വിജയ് ദുർഗ് ചോദിക്കുകയെ. ഈസ്റ്റേൺ കമാൻഡ് ആസ്ഥാനമായ കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത്? വിജയ് ദുർഗ് എന്നാണ്. വിജയ് ദുർഗ്. അടുത്തത്, ഇന്ത്യക്ക് വേണ്ടി ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറുന്ന ഏറ്റവും പ്രായം കൂടി രണ്ടാമത്തെ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വരുൺ ചക്രവർത്തി. 33 വയസ്സും 164 ദിവസവുമാണ് അത് പ്രായം. ആരുടെ പ്രായം? വരുൺ ചക്രവർത്തി അല്ലേ. ഇന്ത്യക്ക് വേണ്ടി ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറുന്ന ഏറ്റവും പ്രായം കൂടിയ രണ്ടാമത്തെ താരമാണ് ആര്? വരുൺ ചക്രവർത്തി അല്ലേ. എങ്കിൽ ആദ്യത്തെ താരം ആരാണ്? അത് ഫറൂഖ് എഞ്ചിനീയർ ആണ് അല്ലേ. 1974 36 വയസ്സ് 138 ദിവസം പ്രായമായപ്പോഴാണ് ഫറൂഖ് എഞ്ചിനീയർ എന്താണ് ഇന്ത്യക്ക് വേണ്ടി ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്നത് അല്ലേ. യെസ്. ഇനി 2025 ഫെബ്രുവരി 2025 ഫെബ്രുവരി പ്രസിദ്ധീകരിച്ച ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് കൂട്ടുകാരെ? 80 ആണല്ലേ. 80. ചോദിക്കും എന്താണ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 118 ആണ്. ഹാപ്പിനെസ് ഇൻഡെക്സിൽ ചോദിക്കാറുണ്ട് 118. ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ 80 ആണ്. ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ 1-ാം സ്ഥാനം സിംഗപ്പൂരാണ്. 2-ാം സ്ഥാനം ജപ്പാനും ദക്ഷിണ കൊറിയയും. ഇതാണ് 2025 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ളത് സിംഗപ്പൂരാണ്. 2-ാം സ്ഥാനം ജപ്പാൻ, ദക്ഷിണ കൊറിയ. ഇനിയോ നമ്മുടെ സന്തോഷ് സൂചികയിൽ 1-ാം സ്ഥാനം നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 118. ഇത്രയാണ് കൂട്ടുകാരെ 118. ഓക്കെ അല്ലേ. യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിൻ്റെ ഗുഡ്വിൻ അംബാസിഡർ ആരെന്ന് ചോദിച്ചാൽ പറയണം അത് മഞ്ജു വാര്യരാണ് അല്ലേ. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിൻ്റെ ഗുഡ്വിൻ അംബാസിഡർ ചോദിച്ചാൽ പറയണം അത് മഞ്ജു വാര്യർ. എന്താണ്? മഞ്ജു വാര്യർ. ഓക്കെ അല്ലേ. ഇനി കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംഘടിപ്പിക്കുന്ന 37ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി എവിടെയാണ്? തൃശ്ശൂരാണ്. എങ്കിൽ 36ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി PS ചോദിച്ചു എവിടെയാണ് കൂട്ടുകാരെ? യെസ്, കാസർഗോഡ് ആണല്ലേ. കാസർഗോഡ്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംഘടിപ്പിക്കുന്ന 37ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി തൃശ്ശൂർ. ഇതും PS ചോദിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. കാസർഗോഡ് ചോദിച്ചു, 36ാമതിന്റെ വേദി ചോദിച്ചിരുന്നു. 37 തൃശ്ശൂരാണെന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. അതിൻ്റെ പ്രമേയം ഹരിതഭാവിക്ക് വേണ്ടിയുള്ള സാങ്കേതിക പരിപ്രവർത്തനമാണ്. ഇനി PS ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം എന്നാണ്? ജനുവരി 24 അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം ചോദിച്ചാൽ പറയണം അത് ജനുവരി 24 കേട്ടോ. അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം. ഇനി എല്ലാ കൂട്ടുകാർക്കും തെറ്റിപ്പോകുന്നതാണ് ദേശീയ സമ്മതിദായക ദിനം. എപ്പോഴാണ്? ജനുവരി 25. ദേശീയ സമ്മതിദായക ദിനം ചോദിച്ചാൽ പറയണം അത് ജനുവരി 25 ആണ്. ദേശീയ സമ്മതിദായക ദിനം ജനുവരി 25. അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം എപ്പോഴാണ്? അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം ജനുവരി 24. 2020 അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം ജനുവരി 24. ദേശീയ സമ്മതിദായക ദിനം ജനുവരി 25. ഓക്കെ അല്ലേടാ. യെസ്. ഇനി ഉത്തരേന്ത്യയിലെ ആദ്യത്തെ 1 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത് ഹിമാചൽ പ്രദേശിലെ സോളൻ ജില്ലയിലാണ് അല്ലേ. ഉത്തരേന്ത്യയിലെ ആദ്യത്തെ 1 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത് ഹിമാചൽ പ്രദേശിലെ സോളൻ ജില്ലയിലാണ്. സോളൻ ഏത് ജില്ലയിലാണ്? ഈ സോളൻ ജില്ലയിലെ. യെസ്. ദ വാർ ആഫ്റ്റർ ഗാസ എന്ന കൃതിയുടെ കർത്താവ് പങ്കജ് മിശ്ര ആണെന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. എന്താണ്? ദ വാർ ആഫ്റ്റർ ഗാസ. ആരുടെ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? പങ്കജ് മിശ്ര. ദ വാർ ആഫ്റ്റർ ഗാസ
പങ്കജ് മിശ്രയാണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മുടെ മൈലാട്ടി, കാസർഗോഡ് ജില്ലയിലെ മൈലാട്ടിയിൽ നിന്ന് വരുന്നതാണ് ഇത്. ഉത്തരമായിട്ട് വരുന്ന ചോദ്യം എന്താണ്? സംസ്ഥാനത്തെ അടുത്ത ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വരുന്നത് എവിടെയാണ്? യെസ്, മൈലാട്ടി. എവിടെയാണ് മൈലാട്ടി സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ് ജില്ലയിലാണ് അല്ലേ? കാസർഗോഡ് ജില്ലയിൽ വന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? കാസർഗോഡ് ജില്ലയിലേക്ക് വന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ അതൊക്കെ നമ്മുടെ എന്തൊക്കെയുണ്ട്? നമ്മുടെ ഏതടാ നമ്മുടെ കോട്ടയിലേക്ക് ബേക്കൽ കോട്ടയിലേക്ക് സന്ദർശിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ സംസ്ഥാനത്തടുത്ത് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിലുള്ളത് മൈലാട്ടി, കാസർഗോഡ്. പറ്റുമെങ്കിൽ കാസർഗോഡ് ജില്ലയിലൊക്കെ വരിക, മൈലാട്ടിയിലേക്ക് സന്ദർശിക്കുക. ഓക്കെ. 2025 ന്യൂസിലാൻഡ് പാർലമെന്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതമാണ് മൗണ്ട് താരാനാക്കി. എന്താണ് മൗണ്ട് താരാനാക്കി? പി.എസ്. ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. മൗണ്ട് താരാനാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ന്യൂസിലാൻഡ് ആണ് അല്ലേ? മൗണ്ട് താരാനാക്കി 2025 ന്യൂസിലാൻഡ് പാർലമെന്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതമാണ് മൗണ്ട് താരാനാഗി. ഏതാണ്? മൗണ്ട് താരാനാഗി. യെസ്. ഇനി കേന്ദ്ര പ്രതിരോധ മന്ത്രി ശ്രീരാജ്നാഥ് സിംഗ് വിദ്യാഭ്യാസ സൈനിക സ്കൂൾ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? അത് ആലപ്പുഴ ജില്ലയിലാണ്. ചോദിച്ചാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി ശ്രീരാജ്നാഥ് സിംഗ് വിദ്യാലയം സൈനിക സ്കൂൾ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ചോദിച്ചാൽ പറയണം അത് ആലപ്പുഴ. ഇനി എന്താണ് ക്രിസ്പ് ആപ്പ്? എന്ന് പറഞ്ഞാൽ ഏത് കൃഷിയെ കുറിച്ച് അറിയാൻ പുറത്തിറക്കിയ ആപ്പാണ് ക്രിസ്പ് ആപ്പ് ചോദിച്ചാൽ പറയാം റബ്ബർ ആണല്ലേ? റബ്ബർ കൃഷിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പുറത്തിറക്കിയ ആപ്പാണ് ഏത് കൂട്ടുകാരെ? ക്രിസ്പ് ആപ്പ്. എന്താണ് ക്രിസ്പ് ആപ്പ്? കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിദ്യാഭ്യാസ സൈനിക സ്കൂൾ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. മൗണ്ട് താരാനാഗി 2025 ന്യൂസിലാൻഡ് പാർലമെന്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതമാണ് മൗണ്ട് താരാനാഗി അഗ്നിപർവ്വതം. ഓക്കെ. യെസ്. ഇനി ക്രിസ്പ് ഏത് കൃഷിയെ കുറിച്ച് അറിയാൻ പുറത്തിറക്കിയ ആപ്പാണ് ക്രിസ്പ് ആപ്പ് ചോദിച്ചാൽ പറയാൻ റബ്ബർ ആണ്. ഇനി വികെ ബേബി കമ്മിറ്റി എന്താണ്? നെൽകർഷകരുടെ പ്രയാസങ്ങളും സംഭരണ പ്രശ്നങ്ങളും പഠിക്കാനായി നിയോഗിച്ച കമ്മിറ്റിയാണ് വികെ ബേബി കമ്മിറ്റി. ആരുടെ പ്രശ്നങ്ങളാണ്? നെൽകർഷകരുടെ പ്രയാസങ്ങളും സംഭരണ പ്രശ്നങ്ങളും പഠിക്കാനായി നിയോഗിച്ച കമ്മിറ്റിയാണ് വികെ ബേബി കമ്മിറ്റി അല്ലേ? ഇനി ഗില്ലൻ ബാരി സിൻഡ്രോം PSCയുടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഗില്ലൻ ബാരി സിൻഡ്രോം 2025 ജനുവരിയിൽ അപൂർവ നാഡീരോഗമായ ഗില്ലൻ ബാരി സിൻഡ്രോം റിപ്പോർട്ട് ചെയ്ത സ്ഥലം മഹാരാഷ്ട്രയാണ്. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് അല്ലേ? 2025 ജനുവരിയിൽ അപൂർവ നാഡീരോഗമായ ഗില്ലൻ ബാരി സിൻഡ്രോം റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്ര. ഇനി ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക്കാണ് 2021 ആഘോഷം? തെറ്റിപ്പോകലെ 76. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണെങ്കിലും പരീക്ഷാ ഹാളിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചോദ്യമാണ്. ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് 2025 ആഘോഷിച്ച് ചോദിച്ചാൽ പറയണം അത് 76. മുഖ്യാതിഥിയാരാണ്? പ്രഭാവോ സുബിയാന്തോ അല്ലെ? 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഇന്ത്യയുടെ മുഖ്യാതിഥി പ്രഭാവോ സുബിയാന്തോ. ഓക്കെ. ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് 2025 ആഘോഷിച്ചത്? 76. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025 38ാമത് ദേശീയ ഗെയിംസിൽ ഫുട്ബോളിൽ സ്വർണം നേടിയത് കേരളമാണ്. 2025 38ാമത് ദേശീയ ഗെയിംസിൽ ഫുട്ബോളിൽ സ്വർണം നേടിയത് കേരളമാണ്. ഓക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത് ജാംനഗറിലാണ്. എവിടെയാണ്? ജാംനഗർ. ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ് കൂട്ടുകാരെ? നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത് ജാംനഗർ. ഓക്കെ. 2025 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നതിന്റെ എത്രാമത്തെ വാർഷികമായിരുന്നു? 75. 2025 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നതിന്റെ 76ാം വാർഷികമായിരുന്നു അല്ലേ? ഇനി 2025 ദേശീയ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് കിരീടം പങ്കജ് അദ്വാനിയാണ്. 2025 ദേശീയ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാവ്
പങ്കജ് അദ്വാനിയാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയ 2 ക്വസ്റ്റ്യൻ ഇതാ. 2025 പത്മ പുരസ്കാരങ്ങൾ എത്ര വനിതകൾക്ക് പത്മ പുരസ്കാരം ലഭിച്ചു? 23 വനിത. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2025 പത്മ പുരസ്കാരങ്ങൾ എത്ര വനിതകൾക്ക് പത്മ പുരസ്കാരം ലഭിച്ചു എന്ന് ചോദിച്ചാൽ പറയണം അത് 23 വനിതകൾ. എത്ര വനിതകളാണ് കൂട്ടുകാരെ? 23 വനിതകളാണ് അല്ലേ. തപോമയിലെ അച്ഛൻ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഈ സന്തോഷ് കുമാർ. ചോദിക്കും കേട്ടോ. തപോമയിയുടെ അച്ഛൻ എന്ന കൃതിയുടെ രചയിതാവ് ചോദിച്ചാൽ പറയണം ഈ സന്തോഷ് കുമാറാണ്. നമ്മൾ പറഞ്ഞു ഗില്ലൻ ബാരി സിൻഡ്രം രോഗം ബാധിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തത് പൂനെ. എവിടെയാണ്? പൂനെയാണ്. ഇനി ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച കേരളത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് മൂവാറ്റുപുഴയിലാണ്. ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് പൂനെയിലും ഈ കേരളത്തിലെ ആദ്യത്തെ മരണം എന്താണ്? കേരളത്തിലെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തത് മൂവാറ്റുപുഴയിലുമാണ്. ഇനി ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. എന്താണ്? ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. ഇനി മന്ന പദ്ധതി. എന്താണ് മന്ന പദ്ധതി? നഗരത്തിലെത്തുന്ന ഏതൊരാൾക്കും ഒരു നേരത്തെ ആഹാരം സൗജന്യമായി നൽകുന്ന മന്ന പദ്ധതി ആരംഭിച്ചത് തൃശ്ശൂർ കോർപ്പറേഷനാണ് അല്ലേ. നമ്മൾ തൃശ്ശൂർ എന്താ മുന്നേ പഠിച്ചത്? മികച്ച കളക്ടറേറ്റുള്ള അവാർഡ് വെച്ച് തൃശ്ശൂർ കളക്ടറേറ്റിനാണ് അല്ലേ. അതുപോലെ തൃശ്ശൂർ കോർപ്പറേഷന് എന്ത് കിട്ടിയിടാ? നഗരത്തിലെത്തുന്ന ഏതൊരാൾക്കും ഒരു നേരത്തെ ആഹാരം സൗജന്യമായി നൽകുന്ന മന്ന പദ്ധതി ആരംഭിച്ചത് തൃശ്ശൂർ കോർപ്പറേഷനാണ് അല്ലേ. ഇനി തൃശ്ശൂർ മിനിഞ്ഞാന്ന് നടന്ന എന്ത് നടന്നു? നമ്മുടെ ആനയൂട്ടിൽ നടന്നു അല്ലേ. ആനയൂട്ടിലൊക്കെ പങ്കെടുത്ത ആൾക്കാരൊക്കെ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടാവും അല്ലേ. അപ്പം നിങ്ങൾ എന്താക്കുക? ആ വീഡിയോ അവിടെ പോയ ആൾക്കാരൊക്കെ അല്ലെങ്കിൽ തൃശ്ശൂരിലെ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവും, പങ്കെടുത്തിട്ടുണ്ടാവും. അവരൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനി ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വീഡിയോസ് PSC തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ കിടപ്പുണ്ട്. അതൊക്കെ കാണുക. ഇനി പരീക്ഷ CPO പരീക്ഷ, ASM പരീക്ഷ, WCPA CPO പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യണം? പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇന്ന് കാണുന്നതിന് കൂടാതെ അന്നും രാവിലെ എന്താക്കുക? ഒരു 2xലോ 1.5ലോ ഇട്ടിട്ട് ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ? യെസ്. ഇനി 2070 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിന് ഐസ്ലാൻഡുമായി ധാരണാപത്രം ഒപ്പുവെച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഏത് വർഷത്തോടു കൂടിയാണ് കൂട്ടുകാരെ? 2070 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിന് ഐസ്ലാൻഡുമായി ധാരണാപത്രം ഒപ്പുവെച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ പറയണം ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. ഓക്കെ അല്ലേ? ഇനി ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഏത് പ്രവൃത്തിയും വാക്കും ലൈംഗിക പീഡനമായി കണക്കാക്കും എന്ന് വിധി പ്രഖ്യാപിച്ചത് മദ്രാസ് ഹൈക്കോടതിയാണ്. ഏത് ഹൈക്കോടതിയാണ്? മദ്രാസ് ഹൈക്കോടതി അല്ലേ. ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന ഏത് വാക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള വാക്കും ലൈംഗിക പീഡനമായി കണക്കാക്കും എന്ന് വിധി പ്രസ്താവിച്ച കോടതി മദ്രാസ് ഹൈക്കോടതി. നമ്മൾ പറഞ്ഞു റേഡിയോ ദിനം എന്നാണ് ഫെബ്രുവരി 13 അല്ലെ. ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. അതുപോലെ ദേശീയ വനിതാ ദിനവും ഫെബ്രുവരി 13. ദേശീയ വനിതാ ദിനം. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുവിന്റെ ജന്മദിനമായ ഫെബ്രുവരി 13 ഇന്ത്യ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നു അല്ലേ. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ചോദിച്ചാണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു ആണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ് ഫെബ്രുവരി 13. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുവിന്റെ ജന്മദിനമായ ഫെബ്രുവരി 13 ഇന്ത്യ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നു. ഇനി ഫോബ്സ് മാസിക തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ പറയാണ് അത് 12. ഫോബ്സ് മാസിക തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ പറയണം 12. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഫോബ്സ് മാസിക തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് ഏതാണെന്ന് ചോദിച്ചാൽ പറയാണ് അത് അമേരിക്കയാണ്. ഏതാണ്? അമേരിക്ക. ഏതാണ് കൂട്ടുകാരെ? അമേരിക്ക. ഇന്ത്യയുടെ സ്ഥാനം 12ാം സ്ഥാനം ആണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? ഇനി മാതൃഭൂമിയുടെ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച ജസ്റ്റ് മരിയ ആരുടെ രചനയാണ്? സന്ധ്യ മേരി. ചോദിച്ചാണ് മാതൃഭൂമിയുടെ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച ജസ്റ്റ് മരിയ. എന്താണ്? ജസ്റ്റ് മരിയ ആരുടെ രചനയാണ് ചോദിച്ചാൽ പറയണം അത് സന്ധ്യ മേരി. ആരുടേതാണ്? സന്ധ്യ മേരി. 2027 ദേശീയ ഗെയിംസിന്റെ 39ാമത് പതിപ്പ് വേദി മേഘാലയാണ്.
ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? യെസ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കണം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഓക്കെ. യെസ്. അപ്പം നമ്മുടെ ഇതിൻ്റെയൊക്കെ PDF ആവശ്യമുള്ള കൂട്ടുകാർ ഏത് ജോയിൻ ചെയ്യണം? നമ്മുടെ CPO ASM ബാച്ചിൽ PDF-ൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. 9645240954 നമ്പറിലേക്ക് ഒരു ഹായ് വാട്സപ്പ് ചെയ്യുക. ഓക്കെ. അപ്പം ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിതനായത് ജ്ഞാനേഷ് കുമാറാണ്. അപ്പം നമ്മുടെ കേരളത്തിലെ പ്രധാന അപ്പോയിൻമെൻറ്റ്സ്, അതുപോലെ ഇന്ത്യയുടെ പ്രധാന അപ്പോയിൻമെൻറ്റ്സ് അതിൻ്റെയൊക്കെ PDF അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. യെസ്. ഇനി യാനിക് സിന്നർ, എന്താണ് യാനിക് സിന്നർ? ഉത്തരമാറ്റി വരുന്ന ചോദ്യം. ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 2025 ഫെബ്രുവരിയിൽ 3 മാസം വിലക്ക് ലഭിച്ച ഇറ്റാലിയൻ ടെന്നീസ് താരമാണ് യാനിക് സിന്നർ അല്ലേ? യാനിക് സിന്നർ. ഓക്കെ അല്ലേ? യെസ്. ഇനി അയാം എന്ന പുസ്തകം എഴുതിയത് ഗോപിചന്ദ് പി ഹിന്ദുജയാണ്. ഗോപിചന്ദ് പി ഹിന്ദുജ. ഇനി ഇന്ത്യയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിൻ്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 2025 ഫെബ്രുവരിയിൽ തമിഴ് കവിയും തത്വചിന്തകനുമായ തിരുവള്ളവരുടെ പ്രതിമ സ്ഥാപിച്ച രാജ്യം ഫിലിപ്പൈൻസ് ആണ്. എവിടെയാണ്? ഫിലിപ്പീൻസ്. എന്താണ് കൂട്ടുകാരെ ചോദ്യം? ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിൻ്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 2025 ഫെബ്രുവരിയിൽ തമിഴ് കവിയും തത്വചിന്തകനുമായ തിരുവള്ളവരുടെ പ്രതിമ സ്ഥാപിച്ച രാജ്യമാണ് ഫിലിപ്പൈൻസ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2025 പി ഭാസ്കരൻ പുരസ്കാരത്തിന് അർഹനായത് പി ജയചന്ദ്രൻ. ഇനി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് അല്ലേ? ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം നിലവിൽ വന്നത് ന്യൂഡൽഹി. മനസ്സിലായില്ലേ? യെസ്. ഇനി അമേരിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഹോൺ വിജയകരമായി മറികടന്ന ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരാണ് കെ ദിൽനയും എ രൂപ എന്നിവ. എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോ. അമേരിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഹോൺ വിജയകരമായി മറികടന്ന ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരാരൊക്കെയാണ് കൂട്ടുകാരെ? അത് കെ ദിൽനയും എ രൂപ എന്നിവയാണ്. ഓക്കെ. യെസ്. ഇനി എന്താണ് ഗ്രോക്ക് 3? ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ XAI അവതരിപ്പിച്ച ഏറ്റവും പുതിയ ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് 3 എന്നാണ്. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ XAI അവതരിപ്പിച്ച ഏറ്റവും പുതിയ ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് 3. ഇനി ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും യാത്രക്കാർക്ക് ഒരുമിച്ച് ലഭ്യമാക്കുന്നതിനായി റെയിൽവേ അവതരിപ്പിച്ച പുതിയ ആപ്ലിക്കേഷനാണ് സോ-റെയിൽ. എന്താണ് സോ-റെയിൽ? ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും യാത്രക്കാർക്ക് ഒരുമിച്ച് ലഭ്യമാക്കുന്നതിനായി റെയിൽവേ അവതരിപ്പിച്ച പുതിയ ആപ്ലിക്കേഷനാണ് സോ-റെയിൽ. ഇനി കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫി സെമി ഫൈനൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി ക്രിക്കറ്റ് താരം മുഹമ്മദ് അസറുദ്ദീൻ. കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് അസറുദ്ദീൻ. നമ്മൾ പറഞ്ഞു ഫ്രാൻസ് അല്ലേ? ഫ്രാൻസ്. എന്താണ്? 2025 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ് ആണ്. 2025 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ്. പുത്തനാട്ടം എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ഡോക്ടർ CV ആനന്ദബോസ്. ബംഗാൾ ഗവർണറായ CV ആനന്ദബോസ് ആണ്. പുത്തനാട്ടം എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവാരാണ്? അത് CV ആനന്ദബോസ്. പ്രഥമ സ്വരാജ് മാധ്യമ പുരസ്കാരത്തിന് അർഹനായത് MK സുരേഷ് ആണ്. പ്രഥമ സ്വരാജ് മാധ്യമ പുരസ്കാരത്തിന് അർഹനായത് MK സുരേഷ്. കേരള വിനോദസഞ്ചാര മേഖലയിലെ ആദ്യ സോളാർ വള്ളമാണ് കതിരവൻ. എന്താണ്? കേരള വിനോദസഞ്ചാര മേഖലയിലെ ആദ്യത്തെ സോളാർ വള്ളമാണ് കതിരവൻ. ഇനി സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള
ഇന്ത്യയിലെ സമുദ്രയാൻ പദ്ധതിക്കായി നിർമ്മിച്ച അന്തർവാഹിനിയാണ് മത്സ്യ 6000, മത്സ്യ 6000 എന്ന് പറയും അല്ലേ. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിക്കായി നിർമ്മിച്ച അന്തർവാഹിനിയാണ് മത്സ്യ 6000. ആശാ വർക്കർമാർക്ക് 2 മാസത്തെ ഓണറേറിയം നൽകാം എന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. കേന്ദ്ര സ്റ്റാറ്റിക്കൽ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം തൊഴിലില്ലായ്മ നിരക്കിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? അത് 5ആണ്. കേന്ദ്ര സ്റ്റാറ്റിക്കൽ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം തൊഴിലില്ലായ്മ നിരക്കിൽ കേരളത്തിന്റെ സ്ഥാനം 5. ഇനി IVF-ലൂടെ ലോകത്തിലാദ്യമായി കങ്കാരുവിന്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഓസ്ട്രേലിയ. എന്താണ്? ഓസ്ട്രേലിയ ആണ് കേട്ടോ. എന്താണ്? IVF-ലൂടെ, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലേ. IVF-ലൂടെ ലോകത്തിലാദ്യമായി കങ്കാരുവിന്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഓസ്ട്രേലിയ. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം തൊഴിലില്ലായ്മ നിരക്കിൽ കേരളത്തിന്റെ സ്ഥാനം 5ആണ്. സഹകരണ ബാങ്കുകളും സ്ഥാപനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റും ഏകീകൃത ബ്രാൻഡിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിനായി സഹകരണ വകുപ്പ് അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് അങ്ങാടി. സഹകരണ ബാങ്കുകളും സ്ഥാപനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും ഏകീകൃത ബ്രാൻഡിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിനായി സഹകരണ വകുപ്പ് അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് അങ്ങാടിയിലെ. ഇനി എൻ പ്രൗഡ്. എന്താണ് എൻ പ്രൗഡ്? യെസ്, കാലാഹരണപ്പെട്ടതും ഉപയോഗശൂന്യവുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എൻ പ്രൗഡ്. ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എന്നാണ് എൻ പ്രൗഡ് എന്ന് പറഞ്ഞാൽ. എൻ പ്രൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. കാലാഹരണപ്പെട്ടതും ഉപയോഗശൂന്യവുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എൻ പ്രൗഡ്. ഞാറ്റുവേല എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ഡോക്ടർ CV ആനന്ദബോസ്. നമ്മളെന്താ പറയുക? പുത്തനാട്ടല്ലേ. പുത്തനാട്ടം ആരാണ്? പുത്തനാട്ടം എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ഡോക്ടർ CV ആനന്ദബോസ്. അതുപോലെ നമ്മളിപ്പം പഠിച്ച എന്താണ്? പുത്തനാട്ടം ഞാറ്റുവേല എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ഡോക്ടർ CV ആനന്ദബോസ്. 2025 ഫെബ്രുവരിയിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് ഡുക്കാനോ സ്ഥിതി ചെയ്യുന്നത് എന്താണ്? മൗണ്ട് ഡുക്കാനോ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ്. എവിടെയാണ്? മൗണ്ട് ഡുക്കാനോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്തോനേഷ്യ. ഇനി ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിനായി ഹെൽത്തി പ്ലേറ്റ് പദ്ധതി ആരംഭിച്ച ജില്ല മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിനായി ഹെൽത്തി പ്ലേറ്റ് പദ്ധതി ആരംഭിച്ച ജില്ല മലപ്പുറം ജില്ല. ഇനി എന്താണ് ടിക്ക്? പട്ടികവർഗ മേഖലയിലെ ജനവിഭാഗങ്ങൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിച്ച് നൂതന തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ടിപ്പ്. ഇനി ടിക്ക് ഗ്രാമവിഹാർ. നിലമ്പൂരിലെ ടൂറിസം വികസനത്തിനായി ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുമായി ചേർന്ന് നബാർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രാമവിഹാർ. നിലമ്പൂരിലെ ടൂറിസം വികസനത്തിനായി ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുമായി ചേർന്ന് നബാർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രാമവിഹാർ അല്ലേ. ഇങ്ങനെ വിരാട് കോഹ്ലി അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ സ്വന്തമാക്കിയ വിക്കറ്റ് കീപ്പർ അല്ലാത്ത ഇന്ത്യൻ താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് വിരാട് കോഹ്ലി. ചൂരൽമല എന്ന പുസ്തകത്തിന്റെ രചയിതാവ് UK കുമാരൻ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ സ്വന്തമാക്കിയ വിക്കറ്റ് കീപ്പർ അല്ലാത്ത ഇന്ത്യൻ താരം എന്ന നേട്ടം സ്വന്തമാക്കിയതാണ് കൂട്ടുകാരെ, അത് വിരാട് കോഹ്ലി. ചൂരൽമല എന്ന പുസ്തകത്തിന്റെ രചയിതാവ് UK കുമാരൻ. ഇനി സംസ്ഥാനം തയ്യാറാക്കിയ വരൾച്ചാ മാപ്പ് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ചാബാധിത പ്രദേശങ്ങളുള്ള ജില്ല കാസർഗോഡ് ജില്ലയിലാണ് അല്ലേ. സംസ്ഥാനം തയ്യാറാക്കിയ വരൾച്ചാ മാപ്പ് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ചാ ബാധിതരുള്ള പ്രദേശങ്ങളുള്ള ജില്ല ഏതാണ്? കാസർഗോഡാണ്. ഏകദിനത്തിൽ അതിവേഗം 200 വിക്കറ്റ് തികയ്ക്കുന്ന ഇന്ത്യക്കാരൻ മുഹമ്മദ് ഷമി എന്നാണ്. ഏകദിനത്തിൽ ഏറ്റവും അതിവേഗം 200 വിക്കറ്റ് തികയ്ക്കുന്ന ഇന്ത്യൻ താരം മുഹമ്മദ് ഷമി. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടർ ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക,
നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി PDF ആവശ്യമുള്ള കൂട്ടുകാർ 96 45 24 0954 എന്ന നമ്പറിലേക്ക് ഹായ് എന്ന് വാട്സപ്പ് ചെയ്യുക. ഓക്കെ, യെസ്, വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ ബൈ, സി യു.